നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്നറിയോ? ഉണക്കക്കപ്പ പുഴുങ്ങിയതല്ല, വേവിച്ചത്. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ ഉണക്കക്കപ്പ വെള്ളത്തിലിടണം. പിന്നെ ഉണക്കക്കപ്പയുടെ കൂടെ വൻപയറും കൂടി ഇട്ട് വേവിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും രാത്രിയിൽ നമ്മൾ കുറേശ്ശെ എടുത്ത് വെള്ളം ഒഴിച്ചു. അപ്പോൾ വൻപയർ വളരെ കുറച്ച് മതി. ഉണക്കക്കപ്പ, ഇതാണ് ഉണക്കക്കപ്പ. നല്ല ടേസ്റ്റ് ആയത്. ഇത്ര മതി. രണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടും ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിടും. അടച്ചു വയ്ക്കണം. ബാക്കി നമുക്ക് നാളെ. ഓക്കെ. ഇന്നലെ കുതിരാനിട്ട ഉണക്കക്കപ്പ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം. നമ്മുടെ പയറും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിത് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങായും വെളുത്തുള്ളി, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കുന്നത് നല്ലതാണ്. കുരുമുളക്, ജീരകം, വറ്റൽമുളക്, ഒരു 5-6 കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി. പിന്നെ വേണം നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ആദ്യം കപ്പ വേവിച്ചെടുക്കണം. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. അത് നല്ല കുതിർന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. പൊടിയും ഒരിത്തിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു 3-4 വിസിൽ. പെട്ടെന്ന് വേവും കുതിർന്നത് കൊണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കപ്പയും പയറും നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ അരപ്പും റെഡിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കടുക് വറുത്ത് നല്ല കുഴച്ചെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് എടുക്കാം. നമുക്ക് ആദ്യം അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ വൻപയർ കൂടെ ചേർക്കാം. ഒരു ശകലം വെള്ളം കാണും. നമ്മൾ അരപ്പ് ഇതെല്ലാം ഒന്ന് യോജിക്കണ്ടേ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ശകലം ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പ് എന്തായാലും കുറവായിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല കുഴച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വൻപയറും ഉണക്കക്കപ്പയും വേവിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ചൂട് മീൻകറിയും കൂടെ വേണം ഇതിൻ്റെ കൂടെ. മീൻകറി ഉണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ ആയിരിക്കും ഞാനിത് കഴിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്.